തായ്ലൻഡിലെ കൊപ്പങ്ങാൻ ഐലൻഡിൽ നിന്നും ഫുൾ മൂൺ പാർട്ടി കാണാൻ വേണ്ടി പോകുന്ന നമ്മൾ ട്രാവൽ ഡേ നൈറ്റ് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തോങ്സാല എന്ന് പറയുന്ന ഒരു പേരിലാണ്. ഇവിടുന്ന് നമുക്ക് ഷെയറിംഗ് ടാക്സി എടുത്തിട്ട് വേണം ഹാർഡിനിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഹാർഡിനിലേക്ക് പോകാം അല്ലേ. അവിടെ പോയിട്ട് ഫുൾ മൂൺ പാർട്ടി കാണണ്ടേ. ഫുൾ മൂൺ പാർട്ടി എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, വാ പോവാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹാർഡിനിൽ വന്നിരിക്കുകയാണ്. ഹാർഡിനിൽ ഇത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന കുറച്ചുകൂടെ മുമ്പോട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഒരു 7-Eleven ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒറ്റൊരു രാത്രി മാത്രമേ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, റഷാണ്. അതുമാത്രമല്ല, സാധാരണ ഒരു 1000 രൂപ റൂമിന് കൊടുക്കുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ ഫുൾ മൂൺ പാർട്ടിക്ക് നമ്മൾ 3000 ബാത്ത് കൊടുക്കേണ്ടി വരും ഒരു നൈറ്റിന്. അത്രയ്ക്കും ചാർജ് ട്രിപ്പിളൊക്കെ ആയിരിക്കും ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഇവിടെ ഒരു 12-12:30 മണി, ഏകദേശം 12:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ സജീവമായി വരുന്നേ ഉള്ളൂ. പല ഐലൻഡിൽ നിന്നും ഇവിടെ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട്. റൂംസ് ഒന്നും കിട്ടാനില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ വെറുതെ 1-2 ഹോട്ടലിൽ കയറി ചോദിച്ചിരുന്നു, റൂംസ് അവൈലബിൾ ആണോ. എവിടെയും റൂംസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഫുൾ മൂൺ പാർട്ടിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തിരിക്കണം റൂം. അല്ലെങ്കിൽ നിങ്ങൾ വാക്കിനായിട്ട് വരികയാണെങ്കിൽ അഥവാ റൂം കിട്ടിയാൽ തന്നെ ഭയങ്കര നല്ല ഒരു സംഖ്യ നിങ്ങൾ റൂമിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇവിടെയൊക്കെ ഇതേപോലെയുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഈ ഫുൾ മൂൺ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കും. മാസത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഈ പാർട്ടി നടക്കുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ഒരു ബിസിനസ് എന്ന് പറയുന്നതാണ് അവർക്ക് മെയിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാക്സിമം അത് മുതലാക്കി എടുക്കാൻ ശ്രമിക്കും. തീർച്ചയായും ഒരു മാസത്തിൽ ഒരു ദിവസമുള്ള കച്ചവടമല്ലേ. ടൂറിസ്റ്റുകൾ നിറയെ വന്നിരിക്കുന്നു, ഒരുപാടുണ്ട് ടൂറിസ്റ്റുകൾ, നിറയെ ടൂറിസ്റ്റുകളാണ്. ഈവൻ ഇപ്പോൾ ഓഫ് സീസൺ ആണെങ്കിൽ കൂടി പല ഐലൻഡിൽ നിന്നും ഈ ഫുൾ മൂൺ പാർട്ടി കാണാൻ വേണ്ടി മാത്രം, ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോഴൊക്കെ ആൾക്കാർ ശരിക്കും റോഡിലൊന്നും ഇറങ്ങി അത്ര നടക്കുന്നില്ല. കാരണം ഒന്നാമത് നല്ലൊരു മഴക്കാർ വരുന്നുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് രാത്രി എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രാത്രി മുഴുവൻ, അതായത് നേരം പുലരുവോളം ആൾക്കാർ ബീച്ചിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കഴിയല്ലേ ചെയ്യുക. ഈ ലേഡീസൊക്കെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മറ്റു പല ഐലൻഡുകളിൽ നിന്നും വരുന്നതാണ് ഇവരൊക്കെ. കൊപ്പങ്ങാനിൽ പൊതുവെ ടൂറിസ്റ്റുകൾ കുറവാണ്. കൂടുതലും ഡൈവിംഗ് ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരാണ് കൂടുതലും കൊപ്പങ്ങാനിൽ വന്നിട്ട് കുറേ ദിവസത്തേക്കൊക്കെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ കൊപ്പങ്ങാൻ ഫേമസ് ആയത് ഈ ഒരു ഫുൾ മൂൺ പാർട്ടി കൊണ്ട് മാത്രമാണ് തായ്ലൻഡിൽ. ഇവിടെ ഇപ്പോൾ കുറച്ചൊക്കെ ക്വയറ്റാണ്, കാരണം ഉച്ച സമയമാണ്. അതുമാത്രമല്ല, മഴ വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നില്ല ഇപ്പോൾ. പിന്നെ പാർട്ടി തുടങ്ങുമ്പോൾ ഏകദേശം 7 മണി കഴിയും, 7-7:30 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയമാകുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും കൂടുതൽ ആൾക്കാരും. കാരണം രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് രാവിലെ വരെ അവിടെ ബീച്ചിൽ ഡാൻസൊക്കെ ചെയ്യാനുള്ളതല്ലേ. ഞാൻ ഈ പാർട്ടി കാണാൻ വേണ്ടി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 5-6 വർഷം മുമ്പ്. പക്ഷെ അന്നത്തേലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച പോലെ തോന്നുന്നു. ഇവിടെ ഈ റോഡിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഇതൊക്കെ പാർട്ടിക്ക് അണിയാനുള്ള ആഭരണങ്ങളാണ്. ഇതൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഇവർ പാർട്ടിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പോകുന്നത് ബീച്ചിൽ. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫുഡ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എല്ലാം കിട്ടും. ഫുഡിനൊന്നും യാതൊരു പ്രശ്നവും. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാരെ ഒരുപാട് ഇന്ത്യൻസിനെ ഞാൻ ഇവിടെ കണ്ടു. ഇപ്പോൾ ഒരുപാട് നിറയെ ഇന്ത്യൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ത്യൻസിനെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഞാൻ പോയില്ല, ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. പ്രത്യേകിച്ച് ഇതൊക്കെ മുമ്പേ റൂം ബുക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം വാക്കിന് വന്നു കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും റൂം ബുക്ക് ചെയ്തിട്ട് വരിക. അല്ലെങ്കിൽ
നല്ലൊരു സംഖ്യ ആ റൂമിന് പോയി കിട്ടും. ഈ റോഡിൻ്റെ 2 ഭാഗത്തും മോട്ടോർ ബൈക്ക് റെൻറ്റും പിന്നെ ഗസ്റ്റ് ഹൗസും റെസ്റ്റോറൻറ്റ്സും സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ 2 ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ആ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്കാണ് എത്തുന്നത്. ബീച്ചിലാണ് ഈ പാർട്ടി നടക്കുന്നത്. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. മഴ ശക്തമായിട്ട് പെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്. ഉണ്ടോ, ഇവരൊക്കെ ബാഗ് എടുത്ത് ഓടുകയാണ് റൂമിലേക്ക്, മഴ വരുന്നതിൻ്റെ മുമ്പ് ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോഴും ബോട്ടും അതേപോലെ പേരിൽ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ടാക്സികൾ, ഷെയർ ടാക്സികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിറയെ ടൂറിസ്റ്റുകളായിട്ടാണ് വരുന്നത്. ഇവരൊക്കെ ഇപ്പോൾ വന്നതാണ്, ഹോട്ടലിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിലും പബ്ബുകളും ബാറുകളൊക്കെ കഫേകളൊക്കെ ഓപ്പണാണ്. അവിടെയൊക്കെ നിറയെ നല്ല മ്യൂസിക്, ഭയങ്കര ലൗഡ്ലി മ്യൂസിക്കും വെച്ചിട്ടുണ്ട്. കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാനതൊന്നും എല്ലാം കട്ടാക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പണി കിട്ടും. കാരണം 2 സൈഡിലും ഭയങ്കര മ്യൂസിക്കാണ്. ഇതിൽ നടക്കാൻ പറ്റില്ല, അത്രയ്ക്കും ലൗഡ്ലി മ്യൂസിക്കാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ മ്യൂസിക് ഉണ്ടാവും അവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത്. ഇവിടെ 7-Eleven സൂപ്പർ മാർക്കറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. കുറേ ഔട്ട്ലെറ്റുകളുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് വാങ്ങാനൊക്കെ. അതുമാത്രമല്ല, ഇവിടെ റെസ്റ്റോറൻറ്റുകളും മറ്റുള്ള ഈ 7-Eleven 24 hours ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന സമയത്ത്. അത് മുമ്പിൽ അവിടെ ഒരു 7-Eleven കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇവിടെ കൂടുതലും യങ്സ്റ്റേഴ്സാണ് കൂടുതലും എനിക്ക് കാണാൻ കഴിയുന്നത് ഈ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇവർ ഒരു കപ്പിൾസ്, ഒരു ഫാമിലിയാണ്. ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. അവരാണത്. അവരുടെ ഒരു മകളും ഒരു മകനും ഉണ്ട്. ഇവർക്ക് ബൈക്ക് റെൻ്റ് ഉണ്ട്. എല്ലാം പുതിയ ബൈക്കുകളാണ്. ചെറിയ റെൻറ്റിന്, അതായത് ഒരു സാധാരണ നോർമൽ റെൻ്റാണ് അവർ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മുകളിൽ നല്ല റൂംസുകളുണ്ട്, ഗസ്റ്റ് ഹൗസ്. അപ്പോൾ മുമ്പേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് റൂം കിട്ടും ഇവിടെ. നല്ലൊരു കപ്പിൾസാണ്, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ മകളാണിത്. ഹായ്. ഒരു മകനും കൂടെ ഉണ്ട്, അത് അവിടെ ഇരിക്കുന്നു, സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യത്തിന് പെട്ടെന്ന് ജ്യൂസൊക്കെ വേണമെങ്കിൽ ഇവരുടെ താഴെ ഒരു കൗണ്ടറുണ്ട്, ജ്യൂസൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫുള്ളി ബുക്ക്ഡ് ആണ്, റൂംസ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ ആദ്യം ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് നല്ലൊരു റൂമും കിട്ടി. ബാൽക്കണിയൊക്കെ ഉള്ള ഒരു റൂം. റോഡ് വ്യൂ ആണ്. കണ്ടോ, ടൂറിസ്റ്റുകൾ വരികയാണ്. ഇവരെ ഞാൻ അവിടെ പേരിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവരും താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾ, അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർ മഴയൊക്കെ കൊണ്ടുകൊണ്ട് നനഞ്ഞുകൊണ്ട് തന്നെ അതാ നടന്നു പോകുന്നുണ്ടോ. നല്ല മഴക്കാറായിരുന്നു ഇന്ന്. എനിക്ക് തോന്നുന്നത് ഈ പാർട്ടി ചിലപ്പോൾ നല്ല മഴയത്തായിരിക്കും നടക്കുക. അങ്ങനെ മഴയുണ്ടെങ്കിൽ ഈ ഫയർ വർക്കൊന്നും നടക്കില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ള പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും നിങ്ങൾ തായ്ലാൻഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഫുൾ മൂൺ പാർട്ടിയുടെ ഡേറ്റ് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഡേറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക ഇവിടെ റൂം.
പട്ടായയിലൊന്നും പോവാതെ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്താൽ മതി കൊസാമോയിലേക്ക്. കൊസാമോയിൽ വന്നിട്ട് കൊസാമോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഐലൻഡിലേക്ക് അവിടുന്ന് ഫാസ്റ്റ് ബോട്ടുണ്ട്. ഫാസ്റ്റ് ബോട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും ഇവിടെ. അത്ര ദൂരമേ ഉള്ളൂ. കൊസാമോയ്, കൊത്താവ്, കൊപ്പങ്ങാൻ ഈ 3 ഐലൻഡുകൾ വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഐലൻഡുകളാണ്. സൂറത്താനിയിൽ ലാൻഡ് വഴി വരികയാണെങ്കിൽ സൂറത്താനി വന്നിട്ട് സൂറത്താനിയിൽ നിന്ന് ഫാസ്റ്റ് ബോട്ട് എടുത്തിട്ട് ഇവിടേക്ക് എത്താൻ പറ്റും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പുറത്ത് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് പോവുക ഇങ്ങനെ മഴ പെയ്യുമ്പോൾ? ഇതുണ്ടല്ലേ, ഇവരൊക്കെ മഴ നനഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോവാണ്. ഇനിയിപ്പോൾ മഴ ചോരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ 7-Eleven പുറത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ അതാ ഒരു നായ്ക്കുട്ടി മഴ പെയ്തിട്ട് അവിടെ കയറി കിടക്കുകയാണ്. അവൻ പാവം അല്ലേ, നല്ലൊരു നായ്ക്കുട്ടി. പലരും ആ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം ഇവിടെ ഇപ്പോൾ മഴ ചോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവൻ പോയി. ടൂറിസ്റ്റുകൾ നല്ലോണം ഉണ്ട് കേട്ടോ, നിറയെ ടൂറിസ്റ്റുകളുണ്ട്. ഈവൻ ഓഫ് സീസൺ ആണെങ്കിൽ കൂടി ഇവിടെ ഈ ഫുൾ മൂൺ പാർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഹാഡ്രിൻ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, ഹാഡ്രിൻ. ഹാഡ്രിൻ എന്ന് പറയുന്ന ബീച്ചിലാണ് ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത്. ഇവിടെ ഇത് ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇപ്പോൾ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിലൂടെ നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നടക്കാൻ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറേ നടന്നു. ഞാൻ മഴ ചോർന്നതിന് ശേഷം ഞാൻ കുറേ നടന്നിരുന്നു അപ്പുറം ഇപ്പുറമൊക്കെ. ഇപ്പോൾ വീണ്ടും മഴ പെയ്യാൻ സാധ്യത പിന്നെയും കാണുന്നുണ്ട്. അയ്യോ, എന്താ ചെയ്യുക? ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നേരെ നടക്കുമ്പോൾ നമ്മൾ 2 സൈഡിലും പബ്ബുകളും ബാറുകളും കഫേകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കാണാൻ പറ്റും. നേരെ നമ്മൾ ഹെഡ് ചെയ്യുന്നത് ബീച്ചിലേക്കാണ്, അതായത് ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. ഈ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാതിലേക്ക് പല മ്യൂസിക്കുകളും വന്നിട്ട് എന്താ പറയുക, ഒരു റീമിക്സ് ചെയ്ത പോലെ ഉണ്ടാവും. പല മ്യൂസിക്കുകളും ഒന്നിച്ച് കേൾക്കുമ്പോൾ നേരെ മുമ്പിൽ കാണുന്നത് ബീച്ചാണ്. ഐസ് കൊണ്ടുപോവാണ് ആ വണ്ടിയിൽ ബീച്ചിലേക്ക്. ഇവിടെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക്. അതിൽ കൂടുതലും ബാർബിക്യൂ ഐറ്റംസാണ്. പോർക്ക് റിബ്സ്, പിന്നെ ചിക്കൻ, ഫിഷ്, ഇതൊക്കെ ബാർബിക്യൂ ചെയ്യുന്നത്. ഇതേപോലെയുള്ള ചെറിയ വാനുകളുണ്ട്, കോക്ടെയിൽ ബാർസ്. ഇതൊക്കെ ആക്റ്റീവായി തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു 7 മണിക്ക് ശേഷം 7-7:30 മണിയാകുമ്പോഴേക്കും ഇതൊക്കെ ആക്റ്റീവായി തുടങ്ങും. പിന്നെ ഇതിലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയാകുമ്പോൾ ഈ സ്ട്രീറ്റ് നിറയെ ആൾക്കാരായിരിക്കും. ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും രാത്രി 7-7:30 മണിയാകുന്നതിന് ശേഷമാണ് അപ്പുറമാണ് അതിൻ്റെ ആ ഒരു വൈബ് സ്റ്റാർട്ടാവുന്നത്. ഞാനിപ്പോൾ നേരെ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുക, അതായത് നമ്മുടെ ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന ആ ബീച്ചിലേക്ക്, ഹാർഡിൻ ബീച്ചിലേക്ക്. ഇവിടെ ഒരു മെയിൻ റോഡുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് വീണ്ടും സ്ട്രീറ്റിലൂടെ നടന്ന് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. കണ്ടില്ലേ, എല്ലാ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ബോയ്സ്, ഗേൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഫുൾ മൂൺ പാർട്ടിയുടെ വീഡിയോ. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ ഒന്നാമത് നമുക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല, വോയിസ് ഓവർ ചെയ്യണം. പിന്നെ അത് തന്നെ യൂട്യൂബിൽ പല റെസ്ട്രിക്ഷനും ഉണ്ടാവും.
അത് കാണിക്കാൻ പാടില്ല, ഇത് കാണിക്കാൻ പാടില്ല. ഞാൻ ശ്രമിക്കാം, എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ മാക്സിമം ഞാൻ കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചിത്രീകരിച്ച് കാണിക്കാം. ഇവിടെയൊക്കെ ഇപ്പോൾ രണ്ട് സൈഡിലും മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അതായത് കിലുങ്ങുന്നത് പോലെ തോന്നുന്നു എനിക്ക്. അതായത് അത്രയ്ക്കും ലൗഡ്ലിയാണ് രണ്ട് സൈഡിൽ നിന്നും മ്യൂസിക്കുകൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പാർട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല എങ്കിൽ കൂടി ഈ രണ്ട് സൈഡിലുള്ള പബ്ബുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും. അവിടെ നേരെ കാണുന്നതാണ് ബീച്ച്. അവിടെയാണ് ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വലിയൊരു പബ്ബാണ്. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാത്രി ലൈവ് മ്യൂസിക്കും ഡാൻസും പാർട്ടിയൊക്കെ ഇവിടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ ഫുൾ മൂൺ പാർട്ടി ബീച്ചിൽ നടക്കുമ്പോൾ കൂടെ ഇവിടെ തന്നെ പ്രൈവറ്റായിട്ട് പല സ്ഥലങ്ങളിലും പ്രൈവറ്റ് പാർട്ടീസും നടക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുത്തിട്ട് വേണം, മുമ്പേ ബുക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് അവരുടെ ആൾക്കാർ വന്നിട്ട് നമ്മളടുത്ത് ചോദിക്കും, ഇന്ന് ഇങ്ങനെ പാർട്ടി ഉണ്ട്, ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനവർ 2000 ബാത്ത് 3000 ബാത്തൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നേരം പുലരുവോളം ആ പാർട്ടി അവിടെ പ്രൈവറ്റ് പാർട്ടി എന്നാണ് അതിന് പറയുന്നത് ഉണ്ടാവും. പൂളൊക്കെ ഉണ്ടാവും, പൂൾ പാർട്ടി, ഇങ്ങനെയൊക്കെ ഒരുപാട് പാർട്ടികൾ ഇവിടെ ഈ ഫുൾ മൂൺ പാർട്ടീൻ്റെ കൂടെ അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ബീൻ ബാഗുകളൊക്കെ 100 കണക്കിന് ബീൻ ബാഗുകളൊക്കെ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് രാത്രിയാകുമ്പോഴേക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി. ഇതിലെ ഇപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുമെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് ശേഷമൊക്കെ ഇവിടെ നമുക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും ഇവിടെയൊക്കെ. സീറ്റൊന്നും കിട്ടത്തില്ല. ഇവിടെ മലയാളികളെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇന്ത്യക്കാർ ഇഷ്ടം പോലെ നിറയെ ഉണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻസ് കുറേ, പഞ്ചാബീസും മുംബൈയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ. ഫാമിലി ആയിട്ടാണ് ഇവിടെ അധികം ആൾക്കാർ ഇന്ത്യൻസ് വരുന്നത്. ബാച്ചിലേഴ്സ് വരുന്നുണ്ട്, പക്ഷെ കുറേ ഞാൻ കണ്ടത് ഇന്ത്യൻ ഫാമിലീസിനെയാണ്. ഗുജറാത്തി ഫാമിലീസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബീച്ച് ഒരു മലയുടെ രണ്ട് ഭാഗത്തും ഇതേപോലെ ചെറിയൊരു 2 മലകളുണ്ട്. ആ മല അതിൻ്റെ ഒരു കടലിടുക്ക് പോലെയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. ഈ ബീച്ചിലാണ് ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ നീളത്തിലാണെന്ന് തോന്നുന്നു. ഏകദേശം അത്രയും ഉണ്ടാവും ഈ ബീച്ചിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്. 2 ഭാഗത്തും ഇതേപോലെ 2 ചെറിയ മലകളാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ബീച്ച്. പ്രത്യേകിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി മാത്രമായിരിക്കും തോന്നുന്നില്ല, കാരണം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നാമത് ഈ തായ്ലൻഡിൽ അറിയാലോ, നല്ല വൃത്തിയും നല്ല ക്ലീനായി ബീച്ചുകളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വെക്കും. നമ്മുടെ നാട്ടിലെ പോലെ വൃത്തികേടാക്കിയിട്ട് ഇടുന്ന പരിപാടി ഇവിടെ ഇല്ല. വന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റുമല്ലോ. അവിടെ കാണുന്ന ഈ ബോട്ടുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ അതായത് കൊത്താവു പിന്നെ കൊസാമൊയ് അവിടെ നിന്നൊക്കെ ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ബോട്ടുകളാണ്. ഇവർ ദിവസം ഈ ഫുൾ മൂൺ പാർട്ടിയുടെ സമയത്ത് 3-4 ട്രിപ്പ് ഇവർ ഉച്ചയ്ക്ക് ശേഷം ഇവർ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരും ഇങ്ങോട്ടേക്ക്. രാവിലെ ഇവിടുന്ന് ഫുൾ മൂൺ പാർട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൊസാമയിലോ അല്ലെങ്കിൽ കൊത്താവിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഇതേ ബോട്ട് സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. 400 ബാത്ത് 450 ബാത്തൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഫുൾ മൂൺ പാർട്ടിയുടെ സമയത്ത് ചിലപ്പോൾ 500-600 ഒക്കെ
ഡിപ്പെൻഡ്, പല കമ്പനിക്കാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലരും പല വിധത്തിലുള്ള ചാർജാണ് ഈടാക്കുന്നത്. നല്ല മഴക്കാറുണ്ട് കണ്ടോ, മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾ തായ്ലൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫുൾ മൂൺ പാർട്ടി വന്നിട്ട് എന്തായാലും ഒന്ന് കാണണം. കാരണം എത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പാർട്ടി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഏതായാലും ഈ ഒരു ഫുൾ മൂൺ പാർട്ടിയുടെ വീഡിയോ കണ്ട, ഇവർ പാർട്ടിയുടെ ക്ഷണിക്കുകയാണ്, പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ഫുൾ മൂൺ പാർട്ടിയുടെ വീഡിയോ എത്ര എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റും? ഒരു 3-4 പാർട്ടായിട്ട് ചെയ്താലേ ഇത് തീരുള്ളൂ. കാരണം നേരം പുലരോളം ഇവിടെയുള്ള വീഡിയോസ് എടുക്കണ്ടേ, അത് തന്നെ കുറേ ഉണ്ടാവും. നോക്കാം, മാക്സിമം ഒരു 30 മിനിറ്റ് 35 മിനിറ്റിൽ കൂടുതൽ പിന്നെ ബോറടിക്കും. അപ്പോൾ ഒരു 3-4 പാർട്ടായിട്ട് നമുക്ക് കാണാം ഈ പാർട്ടി. ഈ വണ്ടി ഇവിടെ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അവർ വന്നെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അവർ പോകും. ഇവിടെ ഈ കടലിന് ഒരു പ്രത്യേകത, ചെറിയ തിരയേ ഉള്ളൂ, വലിയ തിരമാലകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കടലിൽ ഇറങ്ങി നല്ല നീന്താനൊക്കെ പറ്റും. പിന്നെ ആഴം വളരെ കുറവാണ്, അതുകൊണ്ട് നല്ല സേഫ്റ്റി നന്നായിട്ടുണ്ട്. പിന്നെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്താലോ? കാരണം ഒരുപാട് നടന്നു ഞാൻ ഈ ബീച്ചിൽ തന്നെ കുറേ സമയമായി നടക്കുന്നു. പിന്നെ അവിടെ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് നേരം നടന്നു. ഇനി നമുക്ക് ഇതിൽ കയറിയിട്ട് ഇവൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ ചിത്രീകരിക്കാം. അവരവിടെയുള്ള ഗാർബേജുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ വണ്ടിയിൽ കയറി ഇരുന്നു. കുറച്ച് വീഡിയോ നമുക്ക് ഇതിൽ കയറി ഇരുന്നിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിലെ ഈ വണ്ടിക്കൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്നതാണ്. ഇനി ഒരു 7-8 മണിക്ക് ശേഷം ഇതിൽ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല ഗൈസ്, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുമ്പോൾ രാവിലെ വരെ മെഡിക്കൽ സർവീസ്, അതേപോലെ എമർജൻസി ആംബുലൻസ് സർവീസ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഇതേപോലെയുള്ള പാർട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ഇവിടെ ഇവർ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഈ പാർട്ടി എല്ലാ മാസവും ഫുൾ മൂൺ പാർട്ടി നടത്തിക്കൊണ്ടുപോകുന്നു, ഒരു പ്രശ്നവും ഇല്ലാണ്ട്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കാണ്. അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് ടൂറിസ്റ്റുകളാണല്ലോ, അവർക്ക് തിരിച്ചു പോകണ്ടേ. എന്തെങ്കിലും പ്രശ്നം കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. കാരണം ഈ ഫുൾ മൂൺ പാർട്ടി വന്ന് കണ്ടവർക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ചിത്രീകരിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഒരു രാത്രി 12-1 മണി വരെയൊക്കെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ലെവലിലേക്ക് പോകും ഈ പാർട്ടി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഈ ഫുൾ മൂൺ പാർട്ടി എന്നുള്ളതൊക്കെ. വെറുതെ കുറേ ആൾക്കാർ വന്ന് ബീച്ചിൽ ഡാൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ ഫുൾ മൂൺ പാർട്ടി.
ഇവിടെ പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് മുമ്പ് നമ്മളെ പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചത്, അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ, തായ്ലൻഡിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഈ പട്ടായയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ പാർട്ടി വന്ന് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് കറക്റ്റ് ഡേറ്റൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താനും പറ്റും, തിരിച്ചു പോകാനും പറ്റും. മുമ്പേ ബുക്ക് ചെയ്താൽ മതി ടിക്കറ്റ്. അപ്പോൾ കുറച്ച് പ്രൈസൊക്കെ കുറച്ച് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും, എയർ ടിക്കറ്റൊക്കെ. ഇവിടെയൊക്കെ ഇവർ ഇപ്പം വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ടെമ്പററി ആയിട്ടുള്ള സ്റ്റാളുകളാണ്, ഈ ഫുൾ മൂൺ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ച സ്റ്റാളുകളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാർട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഇവർ പോവും. പിന്നെ ബീച്ചിൽ സ്ഥിരമായിട്ടുള്ള കുറേ പബ്ബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ടെമ്പററി സെറ്റപ്പാണ്, ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ളൊരു സെറ്റപ്പ്. ഇനി ഈ സെറ്റപ്പ് ഇനിയും അടുത്ത ഫുൾ മൂൺ പാർട്ടിക്ക് വീണ്ടും അവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കച്ചവടം ചെയ്യും. ഇവിടെയൊക്കെ കോക്ടെയിൽസും പിന്നെ ആൽക്കഹോളിൻ്റെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസും എല്ലാം കാണാൻ പറ്റും. ഇതൊക്കെ രാത്രി ഇന്ന് വിറ്റ് പോകാനുള്ള സാധനങ്ങളാണ്. അവിടെ അതാ ഫുൾ മൂൺ പാർട്ടി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ജാക്ക് ഡാനിയൽ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള കുറേ വണ്ടികൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണ്. ഇത്രയും ആൾക്കാർ വന്ന് ഇവിടെ ഇതൊക്കെ ഈ രാത്രി ആഘോഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ രാവിലെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും ഈ ബീച്ച്. അത്രക്കും ക്ലീൻ ആക്കിയിട്ട് വെക്കും. ബീർ ബക്കറ്റ്, കോക്ടെയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ആ കടയുടെ ആ തിണ്ണയിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് മറ്റേ മരുജാന ഇല്ലേ, അതൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ അതൊക്കെ ഇപ്പോൾ ലീഗലാണല്ലോ. ഈ ഒരു ട്രക്കിലായിരുന്നു നമ്മൾ കുറേ സമയം ഞാൻ യാത്ര ചെയ്തത്, കടപ്പുറത്തൂടെ വീഡിയോ എടുത്ത് നടന്നത്. ഞാൻ കുറേ സമയമായിട്ട് ഈ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിലും നടന്നിട്ടും ഒക്കെ ആയിട്ട് മാക്സിമം കഴിയുന്നത്ര വീഡിയോസ്, ഇപ്പോൾ പാർട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മുമ്പുള്ള വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാലുള്ള വീഡിയോസും ഇതും കൂടെ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് കൂടെ ഉണ്ട്. കാരണം സീറ്റ് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടെയുള്ള ഒരു മെഡിക്കൽ സർവീസ്, അതായത് എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്. പിന്നെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലേ കുറച്ച് ലേഡീസൊക്കെ ഇരിക്കുന്നത്, ഇവർ ഫസ്റ്റ് എയ്ഡ് സർവീസാണ്. അതായത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കൈമുറിയോ എന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ടുള്ള പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എയ്ഡ് സർവീസ്. അപ്പോൾ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് സീറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഫാമിലിയൊക്കെ വന്നിട്ട് ഇരിക്കാനാണെങ്കിൽ ആദ്യമേ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ, ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ടൂറിസ്റ്റുകളൊക്കെ വന്ന് നേരത്തെ തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങി.
ഈ മണലിന് നല്ലൊരു പ്രത്യേക ഒരു വൈറ്റ് സാൻഡാണ്, നല്ല രസമുണ്ട് ഇതിൽ നടക്കാൻ. ഇത് കണ്ടോ, രണ്ട് സൈഡിലും മലകൾ, ചെറിയ മല, കുന്നെന്നൊക്കെ പറയാം. അതിൻ്റെ ഇടയിലേക്ക് ബീച്ച്, കടൽ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയാണ്. അവിടെയാണ് ഈ ഫുൾ മൂൺ പാർട്ടി. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നടക്കുമ്പോഴേക്ക് നമ്മൾ ശരിക്കും ക്ഷീണിക്കും. ഞാനത് ഇപ്പോൾ 2 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പക്ഷേ രാത്രി ഇനി ഈ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നടക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും ഇവിടെ. എന്നാലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ വീഡിയോ ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ ശരി, നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. ഇനിയും തുടർന്നും വീഡിയോസുകളൊക്കെ കണ്ട് കമൻസുകളൊക്കെ അയക്കുക.